ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം, സ്വയംവരം, ധനലക്ഷ്മി, സരസ്വതി യന്ത്രം, ത്രിപുരസുന്ദരി, ബാണേശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. നമസ്കാരം. 2026 നക്ഷത്രഫലമാണ്. 2026 പൂയം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഔദ്യോഗിക ജീവിതത്തിൽ ഉന്നത അധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അനുകൂലമായ സമീപനം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രവൃത്തി മേഖലയ്ക്ക് നേട്ടമുണ്ടാക്കിയെടുക്കുവാൻ കഴിയും. തീർച്ചയായിട്ടും പൂയം നക്ഷത്രക്കാർ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതു മേഖലയാണോ ആ മേഖലയിൽ വളരെ നേട്ടമുണ്ടാക്കിയെടുക്കുവാൻ അവർക്ക് കഴിയും. കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്ന വർഷമാണ് 2026. സാങ്കേതിക കാരണങ്ങളാൽ വിദേശ ജോലി നഷ്ടപ്പെടുന്നവർക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കാൻ അവസരമുണ്ടാകും. 2026 അങ്ങനെയൊരു അനുഗ്രഹീത വർഷമാണ് പൂയം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം. വിദേശത്ത് പോയിട്ട് പോലും ജോലി ലഭിക്കാതെ തിരികെ വരുന്നവർക്ക് നാട്ടിലെന്തെങ്കിലും ചെറിയ ബിസിനസ് ആരംഭിച്ചാൽ അത് വലിയ രീതിയിൽ പുരോഗമനം പ്രാപിക്കുകയും സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അതുപോലെ തന്നെ ആസൂത്രണ കാര്യങ്ങളിൽ മികവ് പ്രകടിപ്പിക്കും. എന്തുമേതും നന്നായി ആലോചിച്ചും കണ്ടുമേ ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ജോലിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനാകും. മാറ്റങ്ങളിലും പുതുമകളിലും താല്പര്യം പ്രകടിപ്പിക്കും. സഞ്ചാരത്തിലൂടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി കൂടുതൽ പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ ആദായകരമായി ആ സംരംഭങ്ങൾ മാറും എന്നുള്ളത് ഉറപ്പിച്ച കാര്യമാണ്. തടസ്സപ്പെട്ടു നിന്ന വിവാഹ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകുന്ന വർഷമാണ് 2026. കുടുംബ ഛിദ്രത്തിനുള്ള പ്രവണത മുളയിലെ നുള്ളിക്കളയുമെന്നുള്ളതാണ്. കുടുംബത്തിൽ ചില വഴക്കുകളും പ്രശ്നങ്ങളുമൊക്കെ 2026 തുടക്കത്തിൽ തന്നെ ഉണ്ടാകുമെങ്കിലും പൂയം നക്ഷത്രക്കാർ ആ കുടുംബത്തിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയാക്കി മാറ്റുവാൻ കഴിയും. പൂയം നക്ഷത്രക്കാരുടെ വാക്കും നാക്കും വളരെ സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ കുടുംബ കാര്യങ്ങളെല്ലാം ചോതി നക്ഷത്രക്കാരൻ്റെ വർത്തമാനം പോലെ മുമ്പോട്ട് കൊണ്ടുപോകാനായിരിക്കും മറ്റുള്ളവർക്ക് താല്പര്യം. 2026 പൊതുവിൽ കുടുംബത്തിൽ വളരെ നന്മയുണ്ടാക്കുന്ന നാളാണ് പൂയം നക്ഷത്രമെന്ന് പറയുന്നത്. അവനവൻ്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനാകും. സഹോദരന്മാർക്ക് എല്ലാവിധ ശ്രേയസ്സുമുണ്ടാകും. ഉന്നത വ്യക്തികളിൽ നിന്നും അംഗീകാരം ലഭിക്കും. പിന്നെ ചില ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. നരസിംഹമൂർത്തിക്ക് പാനകം, ഭദ്രകാളി ദേവിക്ക് കടുംപായസം, ദുർഗാദേവിക്ക് പാൽപ്പായസം തുടങ്ങിയവ വഴിപാടുകളായി സമർപ്പിക്കണം. അത് ജീവിതത്തിന് വളരെയധികം പുരോഗമനമുണ്ടാക്കുന്നതാണ്. തീർച്ചയായിട്ടും ആ വഴിപാടുകൾ ഒട്ടും മുടക്കാതെ ഓരോ മാസവും ചെയ്യാനൊക്കുമെങ്കിൽ ചെയ്യുക എന്നുള്ളത് നമ്മളെ വളരെയധികം ജീവൽ പുരോഗതിയിൽ എത്തിക്കുന്നതായിട്ടുള്ള മാർഗമാണത്. അതുപോലെ ജനുവരി മാസം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്ത് അധികാര സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും. സാമ്പത്തികമായ ക്രമക്കേടുകൾ ആരോപിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. സാങ്കേതികമായിട്ട് ഉള്ള സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നവർക്കെങ്കിൽ അനുകൂലമായിട്ടുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. ദൂരയാത്രകൾ മാറ്റിവെക്കേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ നന്നായി ശ്രദ്ധയുണ്ടാവണം. ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും ബന്ധുക്കളുമായി അകൽച്ച അനുഭവപ്പെടാനുള്ള ചില ചാൻസുകൾ കാണുന്നുണ്ട്.
ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റം ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായ ചിലവുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യം ഫെബ്രുവരി മാസത്തിലുണ്ടാവും. ലോണുകളും മറ്റും പെട്ടെന്ന് ശരിപ്പെട്ട് കിട്ടും എന്നുള്ളതൊരു ഭാഗ്യമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഗുണകരമായ കാലമാണ് 2026 ഫെബ്രുവരി. രോഗമുള്ളവർക്ക് ശമനമുണ്ടാകും. അതുപോലെ തന്നെ നല്ല അവസരങ്ങൾ എത്തിച്ചേരുകയാണ് മാർച്ച് മാസത്തിൽ പൂയം നക്ഷത്രക്കാർക്ക്. നല്ല അവസരങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ കഴിയും. പൂർവിക സ്വത്ത് കിട്ടാൻ യോഗമുണ്ട്. ജോലിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. സ്വയം തൊഴിലിൽ ഗുണമുണ്ടാകും. കലാകായിക രംഗങ്ങളിൽ വളരെയധികം അനുകൂലമായിട്ടും അനുഗ്രഹമായിട്ടുമുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുമെന്ന് വെച്ചാൽ കീർത്തിതമാകുമെന്നർത്ഥം. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ സർവ്വ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടാനുള്ള വ്യവസ്ഥ കാണുന്നുണ്ട്. എങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വീട്ടിൽ കുടുംബക്കാരുമായിട്ട് ഭിന്നത ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നു. അതായത് കുടുംബ വ്യവസ്ഥകളിൽ പൂയം നക്ഷത്രക്കാർക്ക് പ്രത്യേകത ഉണ്ടായാൽ പോലും ചില അഭിപ്രായ ഭിന്നത കാണുന്നു. ആ അഭിപ്രായ ഭിന്നതകൾക്ക് എതിരായി നിൽക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് അനുകൂലമാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതോടുകൂടി ആ ഒരു വ്യവസ്ഥിതി അല്ലെങ്കിൽ ആ ഒരു നാശം അങ്ങ് ഒഴിഞ്ഞു കിട്ടും. കുടുംബത്തിൽ വീണ്ടും ശാന്തിയും സമാധാനവും നിലനിൽക്കുക തന്നെ ചെയ്യും. അതുപോലെ കിട്ടാനുള്ള സ്വത്ത് കിട്ടാൻ അല്പം പ്രയത്നിക്കേണ്ടി വരും. ദൂര സ്ഥലത്തുള്ളവർ വന്ന് നമ്മളെ സമാശ്വസിപ്പിക്കാനുള്ള വ്യവസ്ഥിതികളുണ്ടാവും. അതായത് ദൂരസ്ഥലത്ത് താമസിക്കുന്ന ബന്ധുക്കൾ അതുപോലെ സുഹൃത്തുക്കളൊക്കെ നമ്മളോടൊപ്പം ചേർന്ന് നമുക്കെന്തെങ്കിലും ദുരിതമോ കാര്യങ്ങളോ വന്നാൽ ആശ്വസിപ്പിക്കാനുള്ള അവസ്ഥ അവർക്കുണ്ടാകും. മെയ് മാസമാകുമ്പോൾ മകളുടെ വിവാഹം നടക്കുന്ന സമയമാണ്. പുതിയ തൊഴിൽ മേഖല കണ്ടെത്തുന്ന സമയമാണ്. കൂട്ട് ബിസിനസ്സുകൾ ഒഴിവാക്കുകയാണ് നല്ലത്. ചെറിയ യാത്രകൾ നടത്താൻ ഇടയുണ്ട്. കടം കൊടുത്ത പണം തിരികെ കിട്ടും. മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കും. ജൂൺ മാസമാകുമ്പോൾ സ്വയം തൊഴിലിൽ വരുമാനം വർദ്ധിക്കുന്നതാണ്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് നല്ല സ്ഥാപനത്തിൽ ജോലി ലഭിക്കും. വിലപിടിപ്പുള്ള രേഖകളോ പണമോ നഷ്ടപ്പെടാനിടയുണ്ട് ജൂലൈ മാസത്തിൽ. ജൂൺ മാസത്തിൽ സ്വയം തൊഴിൽ വളരെ വരുമാനമായി മാറും. അതുപോലെ തന്നെ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് നല്ല സ്ഥാപനത്തിൽ ജോലി ലഭിക്കും. വിലപിടിപ്പുള്ള രേഖകളോ പണമോ ഒക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ജൂൺ മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നേഹിതന്മാരുമായി ഒത്തുകൂടുവാൻ അവസരം ലഭിക്കും. ഇരിക്കുന്ന സ്ഥാപനത്തിൽ തസ്കര ശല്യം വന്നേക്കാം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കള്ളന്മാരുടെയൊക്കെ ശല്യങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ജൂലൈ മാസമാകുമ്പോൾ സന്താനങ്ങളുടെ ഉന്നമനത്തിനായി പ്രയത്നിക്കും. ഭാര്യയുമായുള്ള ഭിന്നത കുറച്ച് കൂടുതലായി ഭവിക്കുന്ന ഒരു സമയമായി വരും. അവിടെയൊക്കെ നിങ്ങളുടെ വാക്കുകളും വാചകങ്ങളും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്ന് സഹായം കുറയും. അഭിഭാഷകർക്കും രാഷ്ട്രീയക്കാർക്കും നല്ല സമയമാണ് ജൂലൈ മാസം. അതുപോലെ പണിമുടക്ക് കാരണം വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടി ഇടേണ്ടി വരും എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യമാണ്. ജോലിക്കാർ കാരണം ഒരുപക്ഷെ നമ്മുടെ സ്ഥാപനങ്ങൾ പൂട്ടിയിടാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഓഗസ്റ്റ് ആകുമ്പോഴേക്കും കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാകുന്നതാണ്. പലചരക്ക് കച്ചവടം വിപുലീകരിക്കും. സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകാനുള്ള എല്ലാ വ്യവസ്ഥകളും ഓഗസ്റ്റ് മാസത്തിലുണ്ടാകും. സഹോദരി ഭർത്താവിൻ്റെ കാര്യത്തിൽ പണം ചിലവഴിക്കേണ്ടി വരും. വിദേശത്തുള്ള മകൾ വീട്ടിലെത്താൻ ഭാഗ്യമുണ്ട്. സെപ്റ്റംബർ മാസമാകുമ്പോൾ ഉന്നത സ്ഥാനത്തുള്ളവരുമായിട്ട് പരിചയപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. കോളേജ് അധ്യാപകർക്ക് ജോലി കയറ്റം ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നു. അയൽക്കാരുമായി ഗുണത്തിൽ മുമ്പോട്ട് പോകാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. വളർത്തു മൃഗങ്ങളുടെ ശല്യം കാരണം അവയെ ഒഴിവാക്കാനുള്ള സാഹചര്യം തെളിഞ്ഞു കാണുന്നു. എഴുത്തുകാർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുന്ന മാസമാണ് സെപ്റ്റംബർ മാസം. ഒക്ടോബർ മാസമാകുമ്പോഴേക്കും കേന്ദ്ര സർക്കാർ ജോലിക്ക് അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് ദൂരസ്ഥലത്തേക്ക് മാറ്റം വരാനുള്ള സാഹചര്യവുമുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ് 2026 ഒക്ടോബർ.
വേണ്ടപ്പെട്ടവരുടെ വിയോഗം മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന അവസ്ഥ ഒക്ടോബർ മാസത്തിലുണ്ടായേക്കാം. സാമ്പത്തിക ചെലവ് വർദ്ധിക്കുന്ന ഒരു കാലമായിട്ട് 2026 ഒക്ടോബറിനെ പൂയം നക്ഷത്രക്കാർ കണക്കാക്കണം. നവംബർ മാസമാകുമ്പോൾ ആരോഗ്യപരമായി ഗുണം കുറയും. വാഹനവുമായി ജോലി ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കും. തൻ്റേതല്ലാത്ത കാരണത്താൽ ജോലി സ്ഥലത്തു നിന്ന് ശാസന കേൾക്കേണ്ടി വരും. താൻ ചെയ്യാത്ത അതല്ലാത്ത കുറ്റത്തിന് ചിലപ്പോൾ വഴക്ക്, അതുപോലെ തന്നെ മറ്റു വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും. കൃഷിയിൽ നഷ്ടം സംഭവിച്ചേക്കാം. ഡിസംബർ മാസമാകുമ്പോഴേക്കും നിസ്സാര കാര്യങ്ങളെ ചൊല്ലി വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാം. മാതൃസ്വത്ത് വീതം വെച്ച് ലഭിക്കും. സന്താനങ്ങൾക്ക് അസുഖം കാരണം വീട് വിട്ട് നിൽക്കേണ്ടി വരും. ജോലി സ്ഥലത്തു നിന്നുള്ള വരുമാനം കുറയും. തീർച്ചയായിട്ടും ദേവീദേവ ഭജനം അത്യാവശ്യമായിട്ടും ഉണ്ടാകണം. പൂയം നാളുകാരെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവരുടെ മനസ്സിന് ദൃഢത കുറവായിരിക്കുമെന്നുള്ളതാണ്. ഉറപ്പധികമില്ല. തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അവർ ആശങ്കാകുലരാകും. ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ സംശയിച്ച് നിൽക്കും, അത് വേണോ വേണ്ടായോ എന്ന്. ഓരോ തീരുമാനത്തിനും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിലേക്ക് ഇരച്ചു കയറും. അവരെ ധർമ്മസങ്കടത്തിലാക്കുകയും ചെയ്യും. പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ പരാജയത്തിലേക്ക് നയിക്കുന്നവയായെന്ന് വന്നേക്കാം. വലിയ ആലോചന കൂടാതെ ഓരോന്നിലും എടുത്തു ചാടുന്ന സ്വഭാവം കുറേയെല്ലാം ഇവർക്കുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ നമ്മളെക്കാൾ മുതിർന്ന കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് വേണം തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ. പക്ഷേ ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി അധ്വാനിക്കുമെന്നുള്ളത് ഇവരുടെ പ്രത്യേകതയാണ്. ആത്മാർത്ഥതയോടുകൂടി അധ്വാനിക്കും. പരാജയങ്ങൾ ഉണ്ടായാലും ഏർപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയില്ല എന്നുള്ളതാണ്. അന്യർക്ക് ഉപദ്രവം ചെയ്യുന്നവരെ വെറുക്കുകയും അവരിൽ നിന്ന് അകന്നു കഴിയാൻ ശ്രമിക്കുകയും ചെയ്യും പൂയം നക്ഷത്രക്കാർ. അതുപോലെ തന്നെ നീതിനിഷ്ഠയും നിഷ്പക്ഷതയും ഇവരുടെ സ്വഭാവത്തിലെ പ്രത്യേകതകളാണ്. പലവിധ പരിവർത്തനങ്ങളും പൂയം നക്ഷത്രക്കാരിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ബാല്യം അത്ര മെച്ചമായിരിക്കുകയില്ല. സാമ്പത്തിക ക്ലേശങ്ങൾ ഈ കാലത്ത് അനുഭവപ്പെടാം. വേണ്ടത്ര നിയന്ത്രണമില്ലാതെ വന്നാൽ ഈ കാലത്ത് തെറ്റായ വഴികളിൽ അകപ്പെട്ടു പോയേക്കാം എന്നും വരാം. സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുക. ഉന്നത വിദ്യാഭ്യാസം നേടും. അസാധാരണമായ ബുദ്ധിശക്തി പൂയം നാളുകാർക്ക് കൈമുതലായി ഉണ്ടാവും. അവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും സന്ദർഭാനുസരണം പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. സ്വാർത്ഥ ചിന്ത അല്പം കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ സ്വന്തം കാര്യം മതി എന്ന് പറയുന്നൊരു ചിന്ത അല്പം കൂടുതലുണ്ടായിരിക്കും. ഉപകാര സ്മരണ കുറയും. കാര്യസാധ്യത്തിനായി ശത്രുക്കളോട് പോലും പുറമേ സ്നേഹം ഭാവിച്ചു എന്ന് വരും. വിമർശനങ്ങളും അപവാദങ്ങളിലും ചെന്നുപെടും. ചിലപ്പോൾ അതൊക്കെ നേരിടേണ്ടി വരും. 12 വയസ്സുവരെയുള്ള ജീവിതം താരതമ്യേന ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഈ കാലത്ത് ആരോഗ്യക്കുറവ്, മനക്ലേശം, അപകടങ്ങൾ, മുറിവ്, ചതവുകൾ തുടങ്ങിയവ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 12 വയസ്സിന് ശേഷം 26 വയസ്സുവരെയുള്ള കാലം താരതമ്യേന മെച്ചമായിരിക്കും. ഈ കാലത്ത് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യം മെച്ചമായിരിക്കും. ഈ സമയത്ത് മാതാപിതാക്കളുമായി ഈ കാലത്ത് നല്ല അടുപ്പമുണ്ടാകും. കുടുംബ അഭിവൃദ്ധിക്ക് വേണ്ടി അധ്വാനിക്കുമെന്നുള്ളതാണ്. സ്വന്തമായ ജോലിയും വരുമാനവും ഈ കാലത്തുണ്ടാകാം. 26 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കുമെങ്കിലും പെട്ടെന്നുള്ള രോഗപീഠ, അപകടങ്ങൾ തുടങ്ങിയവ ഈ കാലത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്ത ബന്ധത്തിലുള്ളവരുടെ വേർപാട് മൂലം മനക്ലേശമുണ്ടാകാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. 33 വയസ്സിനു ശേഷം 50 വയസ്സ് വരെ എല്ലാ വിധത്തിലും അഭിവൃദ്ധി ഉണ്ടാകും. ഈ കാലത്ത് ജനിച്ച വീട്ടിൽ നിന്ന് മാറി എന്ന് വന്നേക്കാം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ അവർക്ക് ലഭിക്കും. ജീവിത പങ്കാളിയോട് അമിതമായ സ്നേഹവും അതുപോലെ തന്നെ വിധേയത്വവും ഉണ്ടാകും. സന്താനങ്ങളോട് പ്രത്യേക താല്പര്യവും കാണിക്കും. തീർച്ചയായും 2026 പൂയം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാലമാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു കാര്യം കൂടി പറയട്ടെ. തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനങ്ങളൊക്കെ അനിവാര്യമാണ്. ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക, ചെറു പൂജകളൊക്കെ നടത്തുക, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക തുടങ്ങിയവ അനിവാര്യമാണ്.
അപ്പോൾ എല്ലാ നന്മകളും ദൈവം പൂയം നക്ഷത്രക്കാർക്ക് നൽകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.